യെസ്, ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ സൈന്യം തകർത്ത ഭീകര കേന്ദ്രങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ അടക്കം ഇപ്പോൾ കൂടുതലായി പുറത്തു വന്നിട്ടുണ്ട്. ആക്രമണത്തിൽ ഭീകരാസ്ഥാനങ്ങൾ തരിപ്പണമായതായി വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ബഹാവൽപൂരിലെയും മുരുദ്കയിലെയും ദൃശ്യങ്ങൾ ആണ് അധികമായും പുറത്തു വന്നിട്ടുള്ളത്. ജെയ്ഷയുടെ ആസ്ഥാനം പൂർണ്ണമായും തകർന്നടിഞ്ഞു എന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്താണ് ചേരുന്നത്. സജിത്ത്, ഇന്നലെ ലോകത്തോട് നമ്മൾ വിളിച്ചു പറഞ്ഞതാണ് 25 മിനിറ്റ് 9 കേന്ദ്രങ്ങൾ 21 ഹിറ്റുകൾ, അതിനുപയോഗിച്ച ആയുധങ്ങൾ അടക്കം 2 വനിതാ ഓഫീസർമാർ വിശദീകരിച്ചു. അതിനുശേഷം ചില ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അതിൽ ഭാവൽപൂരിലെ ദൃശ്യങ്ങൾ ആയിരുന്നു, മർക്കസ് സുബാനല്ലയുടെ ദൃശ്യങ്ങളായിരുന്നു അധികമായും നമുക്ക് പങ്കുവെക്കാൻ സാധിച്ചത്. അവിടെ കൊടും ഭീകരന്റെ കുടുംബാംഗങ്ങൾ അടക്കം കൊല്ലപ്പെട്ടതിന്റെ വിവരങ്ങളടക്കം അവർ സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. പിന്നീട് ആ മരണാനന്തര ചടങ്ങിൽ പാക് സേനയും ISI മേധാവികളും ഒക്കെ പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങളും പ്രേക്ഷകരുമായി നമ്മൾ പങ്കുവച്ചതാണ്. ഇപ്പോഴിതാ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. കൂടുതൽ ഇടങ്ങളിൽ, ഈ 9 ഇടങ്ങളിൽ നടത്തിയ ആക്രമണത്തിന്റെ ഈ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരികയാണ്. അതെ അഭിലാഷ്, നമ്മൾ ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകളുടെ അടിവേര പിഴുതെറിയുക, ഇതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഇന്ത്യയുടെ ഓപ്പറേഷൻ സജ്ജമിട്ടതും അതുതന്നെയാണ്. 9 കേന്ദ്രങ്ങൾ തെരഞ്ഞെടുത്തു. എന്തുകൊണ്ട് ഈ 9 കേന്ദ്രങ്ങൾ എന്ന അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരം നമ്മൾ ഈ തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളുടെ പ്രത്യേകതകൾ തന്നെയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു അഭിലാഷ് സൂചിപ്പിച്ച ബഹവൽപൂരിലെ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രം. 2015 മുതൽ അവരുടെ ഓപ്പറേഷൻ സെന്ററായി, ഹെഡ് ക്വാർട്ടേഴ്സായി പ്രവർത്തിക്കുന്ന ഇടമാണ്. അവിടെ ലക്ഷ്യം ഇട്ടുകൊണ്ടാണ് ഇന്ത്യൻ മിസൈലുകൾ ചീറിപ്പാഞ്ഞത്. അതായത് അതിർത്തിക്കിപ്പുറയിൽ നിന്നും ഇന്ത്യ നടത്തിയ ഈ ഓപ്പറേഷൻ സിന്ദൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം ഈ ബഹവൽപൂരിലെ ഈ ജെയ്ഷയുടെ കേന്ദ്രമാണ്. കാരണം 100 കിലോമീറ്റർ അതിർത്തിക്കപ്പുറത്തേക്ക് പറന്നു ചെന്നുകൊണ്ടാണ് ഇന്ത്യൻ മിസൈലുകൾ, 4 മിസൈലുകൾ അവിടെ പതിച്ചത്. ആ മിസൈലുകൾ തകർത്തെറിയുകയായിരുന്നു ഈ ഭീകര കേന്ദ്രങ്ങൾ എന്നതാണ്. ഇന്നലെ തന്നെ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ന്യൂസ് 8 തന്നെ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചതാണ്. മുമ്പും ഇപ്പോഴുമുള്ള ഈ കെട്ടിടത്തിൻ്റെ അവസ്ഥ ഇതാ ഇപ്പോൾ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നു. ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളും സ്വകാര്യ ഏജൻസികളും പകർത്തിയതാണ് എന്നതുകൂടി ശ്രദ്ധേയമാണ്. അങ്ങനെ പകർത്തപ്പെട്ട ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ കൂടി തന്നെ വ്യക്തമാവുന്നു എന്താണിപ്പോൾ അതിൻ്റെ അവസ്ഥയെന്ന്. അതായത് ഇന്ത്യൻ സേന പറഞ്ഞതുപോലെ തന്നെ ഈ ഭീകര കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർത്തെറിയപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ. റോയിട്ടേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ നേരിട്ട് ചെന്ന് അവിടുത്തെ സാഹചര്യങ്ങൾ ക്യാമറയിൽ പകർത്തി. സ്വാഭാവികമായും ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങളുടെ കൂടുതൽ ശക്തമായ തെളിവുകൾ കൂടിയായി അത് മാറുകയാണ്. കാരണം ആ കെട്ടിടം എത്ര കണ്ട് ഇല്ലാതായി എന്ന് തെളിയിക്കുന്നത് കൂടിയാണ്. ഇനി ആ കെട്ടിടത്തിൻ്റെ പ്രത്യേകതയിലേക്ക് പോകുമ്പോൾ, അവിടെ ജെയ്ഷെ മുഹമ്മദിൻ്റെ തന്ത്രപ്രധാനികൾ താമസിക്കുന്ന ഇടമാണ്. അവർ മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങളടക്കം താമസിക്കുന്ന ഇടമാണ്. ഇന്ത്യയിലേക്ക് ഭീകരവാദ കേന്ദ്രങ്ങൾ, തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന തീവ്രവാദ നിലപാടുകളിലേക്ക് യുവാക്കളെ ആകർഷിപ്പിച്ചുകൊണ്ട് അത്തരം പഠന ക്ലാസുകൾ നടത്തി തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് പറഞ്ഞയക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ഈ ബഹവൽപൂരിലേത് എന്നതുകൂടിയാണ് ശ്രദ്ധേയം. അങ്ങനെ ആ ജെയ്ഷെ കേന്ദ്രം പൂർണ്ണമായി ഇല്ലാതാക്കാനായിരുന്നു ഇന്ത്യയുടെ നീക്കം. അത് അതേ തരത്തിൽ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നതാണ്. ഇന്ത്യയുടെ 4 മിസൈലുകൾ പൂർണ്ണമായും അത് തകർത്തെറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇത് ഇന്ത്യൻ സൈന്യം പുറത്തുവിടുന്ന ചിത്രമല്ല, അന്താരാഷ്ട്ര ഏജൻസികൾ ഒപ്പം മറ്റ് സ്വകാര്യ ഏജൻസികളൊക്കെ സ്വീകരിച്ച സാറ്റലൈറ്റ് ചിത്രങ്ങളും ഒപ്പം അവിടെ നിന്ന് നേരിട്ട് പകർത്തിയ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ, ഗ്രൗണ്ട് ദൃശ്യങ്ങളും അടക്കമാണ് ഇതിനകം ിക്കുന്നത്. വളരെ വ്യക്തമാണ് എത്ര കണ്ട് ഭീകരമായി ആ മേഖല തകർക്കപ്പെട്ടു എന്നത്. എന്തായാലും വളരെ വ്യക്തമാണ് ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷനിൽ ഏറ്റവും മുഖ്യമായി ഇത് ഈ ജെയ്ഷയുടെ കേന്ദ്രങ്ങളാണ് എന്നത് കൂടി വ്യക്തമാവുകയാണ്. അഭിലാഷ്, അതാണ് സജിത്ത്, ഈ ദൃശ്യങ്ങൾ ഇതാണല്ലോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പറയുന്നത് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നതിൻ്റെ നേർചിത്രങ്ങളായി മാറുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് നുണകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ അടക്കം, അതായത് ഇന്ത്യ തിരിച്ചടി നൽകുന്നതിന് മുമ്പ് തന്നെ
അവർ മെനഞ്ഞെടുത്ത തിരക്കഥകൾ ഉണ്ട്. പ്രത്യേകിച്ച് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ ഒരു പങ്കുമില്ല, പാകിസ്ഥാന്റെ പങ്കിന് എന്ത് തെളിവ് എന്നൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന സാഹചര്യം, അന്താരാഷ്ട്ര അന്വേഷണമാണ് വേണ്ടത്, അതിനോട് ഞങ്ങൾ സഹകരിക്കുമെന്ന് പറയുന്ന സാഹചര്യം. പിന്നീട് എന്തുകൊണ്ടാണ് ലഷ്കർ എ തോയ്ബയുടെ ജെയ്ഷെ മുഹമ്മദിന്റെയൊക്കെ വേരുകൾ ഉള്ള തീവ്രവാദ സംഘടന ആക്രമണം നടന്ന സമയത്ത് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അത് ഹാക്ക് ചെയ്യപ്പെട്ടതാണ് എന്ന് പറയേണ്ടി വരുന്ന മറുപടി, ഇന്ത്യക്ക് നേരെ ആണവായുധം പ്രയോഗിക്കുമെന്ന് എന്തുകൊണ്ട് മന്ത്രിമാർ പറയുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ പോകുന്ന സാഹചര്യം, അല്ലെങ്കിൽ ഹാഫിസ് സയ്യിദിനെ പോലെയുള്ള കൊടും ഭീകരവാദികൾക്ക് ലാഹോറിൽ സുരക്ഷ ശക്തമാക്കുന്ന പശ്ചാത്തലമൊക്കെ നിരവധിയായ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അതിന് ഇടയിൽ തന്നെയാണ് ഇന്ത്യ നടത്തിയ തിരിച്ചടി സംബന്ധിച്ചും തെറ്റായ പ്രചാരണം പാകിസ്ഥാൻ നടത്തുന്നത്. സാധാരണക്കാരെയാണ് ലക്ഷ്യമിട്ടത്. ഇന്ത്യ തീവ്രവാദ കേന്ദ്രങ്ങളിൽ അല്ല ആക്രമണം നടത്തിയത്, അവർ സാങ്കല്പിക കേന്ദ്രങ്ങൾ ആണ് സൃഷ്ടിച്ചെടുത്തത് എന്ന് പറയുമ്പോൾ ഈ ആക്രമണം ഉണ്ടായ ഇടങ്ങളുടെ കൂടുതൽ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം പുറത്തുവിടുമ്പോൾ അത് കൃത്യമായി ഭീകരരുടെ താവളങ്ങൾ ആയിരുന്നു, സൈന്യവും ISIയും ഒക്കെ സുരക്ഷയൊരുക്കുന്ന താവളങ്ങളായിരുന്നു എന്നുകൂടിയല്ലേ വ്യക്തമാകുന്നത്? അതെ അഭിലാഷ്, അത് വളരെ വ്യക്തമാണ്. ഇന്നലെ ഈ ഇന്ത്യയുടെ സൈനിക നീക്കം സംബന്ധിച്ച് ഇന്ത്യ നടത്തിയ ഔദ്യോഗികമായി രാജ്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ സൈനിക ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിരുന്നു, ഒരു ശസ്ത്രക്രിയ നടത്തുന്ന അത്രയും സങ്കീർണമായ അത്രയും കൃത്യതയോടെയാണ് ഈ ഓപ്പറേഷൻ നടത്താൻ ശ്രമിച്ചത്. അതുകൊണ്ട് നമ്മുടെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മിസൈൽ അറ്റാക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെ കൃത്യമായി GPS-ഉം മറ്റ് റഡാർ സംവിധാനങ്ങളും ഒപ്പം ഭൂഖണ്ഡാന്തര മാപ്പിംഗ് ഈ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് കൃത്യമായി നമ്മൾ മിസൈൽ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ കെട്ടിടത്തിലേക്ക് തന്നെ മിസൈൽ ചെന്ന് പതിക്കുന്നത്. എത്ര കണ്ട ആ കെട്ടിടത്തിന് മാത്രം നാശനഷ്ടം പറ്റിയെന്നത് വ്യക്തമാണ്. ഒരു ഭാഗം പൂർണ്ണമായി ഇല്ലാതായിരിക്കുന്നു, അവിടെ നാശനഷ്ടമുണ്ടായി. ഒപ്പം ഈ കെട്ടിടത്തിൽ 13 പേരിലധികം മരണമാണ് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നത്. പക്ഷേ 10 മരണം എന്ന് അവർ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നു. ആ തരത്തിലേക്ക് സാഹചര്യം പോകുന്നുണ്ട്. മാത്രമല്ല അവിടം എത്ര കണ്ട് ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ച് വെല്ലുവിളി ഉയർത്തിയ ഒരു കേന്ദ്രം എന്നതുകൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. കാരണം ഇന്ത്യയിൽ തീവ്രവാദികളുടെ കടന്നുവരവിന് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാവുന്ന ഒരു ഇടം കൂടിയാണ്. പൂർണ്ണമായും പാകിസ്ഥാൻ നിയന്ത്രിതമായിരുന്ന, പാകിസ്ഥാൻ്റെ സൈന്യത്തിൻ്റെ പിന്തുണയുള്ള, സർക്കാരിൻ്റെ പിന്തുണയുള്ള ഒരു ഇടമായി പ്രവർത്തിച്ച സ്ഥലമാണ്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ പിന്നീട് അസദിൻ്റെ കുടുംബാംഗങ്ങളുടെ മരണാനന്തര ചടങ്ങിൽ പോലും, ആ സംസ്കാര ചടങ്ങിൽ പോലും പാക് ആർമിയുടെ സാന്നിധ്യമുണ്ട്, അവിടുത്തെ പ്രധാനികളുടെ സാന്നിധ്യമുണ്ട്, പാക് പതാക പുതപ്പിച്ചുകൊണ്ട് അവരെ സംസ്കരിക്കുന്നു. ഈ തരത്തിൽ പൂർണ്ണമായും അവർക്ക് പിന്തുണ നൽകിയ ഇടമാണ്. സ്വാഭാവികമായും അവിടെ നിന്നും കൂടുതൽ പ്രകോപനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യ പ്രയോഗിച്ചത് അവരുടെ മർമ്മസ്ഥാനത്ത് തന്നെയാണ്, പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ തന്നെയാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. ഈ സൈനിക നീക്കത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതും അതുകൊണ്ട് കൂടിയാണ്. യെസ്, ഇപ്പോൾ പ്രേക്ഷകർ ഈ ദൃശ്യങ്ങൾ കാണുക. ഇപ്പോൾ ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ എന്നത് മുരിദ്കെ എന്ന പ്രദേശത്ത് ലഷ്കർ എ തോയ്ബയുടെ പരിശീലന ഗ്രൗണ്ട് ഇന്ത്യൻ സൈന്യം എങ്ങനെയാണ് തകർത്ത് തരിപ്പണമാക്കിയത് എന്നതിന്റെ ദൃശ്യങ്ങൾ ആണ് ഇത്. 40 കിലോമീറ്റർ, അതായത് ലാഹോറിൽ നിന്ന് 40 കിലോമീറ്റർ വടക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം ആണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മുദ്രിക്കെ എന്നത്. 2000-ലാണ് ഇവിടെ ലഷ്കർ എ തോയ്ബയുടെ നേതൃത്വത്തിൽ ഭീകര ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചത്. ലഷ്കർ എ തോയ്ബയും അതിന്റെ ഒരു ഭാഗമായിരുന്ന ജമാഅത്തുദ്ദീവയുടെയും പ്രധാനപ്പെട്ട കേന്ദ്രം എന്നതാണ് ഈ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കേന്ദ്രം. 82 ഏക്കർ വിസ്തൃതിയുള്ള ഒരു ഭൂപ്രദേശമാണിത്. ആ പ്രേക്ഷകർ മനസ്സിലാക്കുക, ഇന്ത്യ നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഒരു ക്ലിനിക്കിൽ നടക്കുന്ന സർജറി എങ്ങനെയാണോ നടത്തുക അത്രമേൽ കൃത്യതയോടെയാണ് ആക്രമണം നടത്തിയത് എന്ന് ഇന്ത്യ പറയുമ്പോൾ, എവിടെയാണോ മുറിവ് ആ മുറിവ് തുന്നിക്കെട്ടുക എന്നുള്ളതാണ് ക്ലിനിക്കിൽ നടക്കുന്ന സർജറിയെങ്കിൽ, എവിടെ ആക്രമണം നടത്താൻ ഉദ്ദേശിച്ചോ അവിടെ മാത്രം പ്രഹരമേൽപ്പിക്കുന്ന സ്കാൽപ് മിസൈലുകൾ മാത്രമാണ് ഇന്ത്യ പ്രയോഗിച്ചത് എന്ന് പറയുമ്പോൾ 82 ഏക്കർ വിസ്തൃതിയുള്ള മുദ്രിക്കയിലെ ഭീകര കേന്ദ്രത്തിൽ നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യ ലക്ഷ്യം വെച്ച ആ കെട്ടിടം അത് തകർന്ന് തരിപ്പണമായതിന്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ കാണാൻ നമുക്ക് സാധിക്കുന്നത്. ഇവിടെയാണ് ഭീകര കേന്ദ്രങ്ങളിൽ നിന്ന് പരിശീലനം, അതായത് ഭീകരർക്ക് പരിശീലനം നൽകുന്ന പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്നാണിത്. ഇവിടെ ലോഞ്ച് പാഡുകൾ അടക്കം ഉണ്ട്. ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഇവിടെ ഉള്ളത്. ഏറ്റവും എടുത്തു പറയേണ്ടത് 2008 മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ ലഷ്കർ എ തോയ്ബയുടെ പ്രവർത്തകർ ഉണ്ടായിരുന്നു. ആ ലഷ്കർ എ തോയ്ബയുടെ തീവ്രവാദികൾക്ക്
പരിശീലനം നൽകിയത് ഇവിടെ നിന്നാണ് എന്നുള്ളതാണ്. അതായത് 2000-ൽ ആരംഭിച്ച പരിശീലന കേന്ദ്രം 2008-ൽ മുംബൈ ഭീകരാക്രമണം നടത്തുന്നു. അതോടൊപ്പം തന്നെ സെപ്റ്റംബർ 26 അടക്കമുള്ള വലിയ ആക്രമണങ്ങൾ അടക്കം നടത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ കൃത്യമായി ഭീകരർക്ക് പരിശീലനം നൽകുന്ന കേന്ദ്രം, ഇതിനെ ഒരു ഒളിത്താവളം എന്നൊന്നും വിശേഷിപ്പിക്കേണ്ടതില്ല, മറിച്ച് പാക് സൈന്യത്തിന്റെ അറിവോടുകൂടി, പാക് ചാര സംഘടനയുടെ അറിവോടുകൂടി പ്രവർത്തിക്കുന്ന ഭീകര കേന്ദ്രം ആണിത്. ഈ ഭീകര കേന്ദ്രത്തിൽ ആണ് ഇന്ത്യ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായ കെട്ടിടത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളടക്കം പ്രേക്ഷകരുമായി പങ്കുവെക്കുമ്പോൾ അത് സ്ഥിരീകരിക്കുന്നത് പാകിസ്ഥാൻ തന്നെയാണ്. പാകിസ്ഥാൻ തന്നെ അത് സ്ഥിരീകരിക്കുന്നു എന്നുള്ള ആ പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. The first two missiles were fired by India in the premises we are standing, and the other two attacks were carried out after a brief gap, and the whole four attacks were carried out in less than 10 minutes. So 4 buildings have been demolished. One is the admin block just behind you, and the mosque behind me, and additionally 2 residences. പാകിസ്ഥാൻ ഡെപ്യൂട്ടി കമ്മീഷണർ അടക്കം ഉള്ളവരുടെ പ്രതികരണം അവർ തന്നെ സ്ഥിരീകരിക്കുന്നു. 10 മിനിറ്റ് അവിടെ സംഘർഷമുണ്ടായി എന്ന്. 10 മിനിറ്റ് കൊണ്ടാണ് ഇന്ത്യൻ സൈന്യം ഇത് തകർത്ത് തരിപ്പണമാക്കിയത്. ഒരുപക്ഷെ 10 മിനിറ്റ് എടുത്തിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട് 9 ഭീകര കേന്ദ്രങ്ങളിൽ 21 തവണ ഹിറ്റ് ചെയ്തു എന്ന് ആക്രമണം നടത്തി. അതിന് കേവലം 25 മിനിറ്റ് മാത്രമാണ് വേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പ്രദേശത്തെ തരിപ്പണമാക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് എത്ര സമയം വേണ്ടി വന്നു എന്നുള്ളത് വ്യക്തമല്ല. അതാണ് ഇന്ത്യൻ സേനയും പാക് സേനയും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ പൗരന് പരിക്കേൽക്കുകയോ അപകടത്തിൽപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്യാതെ വളരെ കൃത്യമായി ഭീകര കേന്ദ്രം മാത്രം തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു ക്ലിനിക്കൽ സർജറിയുടെ കൃത്യതയോടെ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ആണിത്. ഈ ബഹുനില കെട്ടിടം തകർന്ന് തരിപ്പണമായി എന്ന് പാകിസ്ഥാന് തന്നെ സ്ഥിരീകരിക്കേണ്ടി വന്നു. ഇങ്ങനെയുള്ള ആക്രമണം ആണ് ഇന്ത്യ നടത്തിയത് എന്ന് ഇന്ത്യൻ സൈനികർ വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതാണ്. ഇന്നലെ വ്യാപകമായി പുറത്തു വന്നിട്ടുള്ള ദൃശ്യം എന്നത് ഭാവൽപൂരിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആയിരുന്നു. അതിൽ ആണ് മർക്കസ് സുബ്ഹാനല്ലയുടെ കെട്ടിടം തകർത്തു എന്നുള്ളത് നമ്മൾ ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. അവിടെ പഴയ കെട്ടിടത്തിന്റെ രൂപം എന്തായിരുന്നുവെന്നും പുതിയ കെട്ടിടം അല്ലെങ്കിൽ തകർന്നതിന് ശേഷമുള്ള കെട്ടിടത്തിന്റെ അവസ്ഥ എന്ത് എന്നതെല്ലാം പ്രേക്ഷകർ കണ്ടതാണ്. എവിടെയൊക്കെ ഇന്ത്യ ലക്ഷ്യം വെച്ചോ അവിടെയെല്ലാം തകർത്ത് തരിപ്പണമാക്കപ്പെട്ടു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇതുപോലെ 9 കേന്ദ്രങ്ങളിൽ ആയിരുന്നു ഇന്ത്യ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത്. ആ 9 കേന്ദ്രങ്ങളിലും വലിയ നാശം വിതയ്ക്കാൻ സാധിച്ചു എന്ന് ഇന്ത്യ അവകാശപ്പെടുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ആ ദൃശ്യങ്ങൾ ആണ് പുറത്തുവിടുന്നത്. ആ ദൃശ്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് ഇന്ത്യ എത്രത്തോളം കൃത്യതയോടെ വ്യക്തതയോടുകൂടിയാണ് ഈ തിരിച്ചടി നൽകിയത് എന്ന്. ഇത് പാകിസ്ഥാൻ നൽകുന്നത് പോലെ സാധാരണക്കാരായ ആളുകൾക്ക് നേരെയുള്ള ആക്രമണം അല്ല ഉണ്ടാകുന്നത്. പാകിസ്ഥാൻ സൈന്യം നടത്തുന്നത് പോലെ ഒരു ഗ്രാമപ്രദേശത്ത് നിരായുധർ ആയിട്ടുള്ള ജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അല്ല നടത്തുന്നത്. മറിച്ച് വളരെ കൃത്യമായി എവിടെയാണോ ആക്രമണം നടത്തേണ്ടത്, ഭീകരവാദികൾ എവിടെയാണോ തമ്പടിച്ചിരുന്നത്, ഏതൊക്കെയാണോ ഭീകരവാദ കേന്ദ്രങ്ങൾ, ആ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള കൃത്യമായ ആക്രമണം അതാണ് ഇന്ത്യ നടത്തിയത്. അതിന്റെ കൂടുതൽ തെളിവുകൾ, ചിത്രങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.